Dear students, my dear viewers, good evening. Today we are discussing about how combine the two sentences into one. ഇത് സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, UG പ്രോഗ്രാമിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം തന്നെ ചോദ്യത്തിലേക്ക് പോവാം. സക്സസ് ഷുഡിൻ മാഡൻ ദ പീപ്പിൾ, ഐ ബിലീവ് സോ. ദാറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യാൻ പറഞ്ഞത്, ഒരുമിച്ചാക്കാൻ പറഞ്ഞത് അല്ലേ. എന്താണ്, വിജയം ഒരാളെയും ഭ്രാന്ത് പിടിപ്പിക്കരുതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താ നിങ്ങൾ എഴുതാ, ഐ ബിലീവ് ദാറ്റ്. ഞാൻ എന്താ വിചാരിക്കുന്നത്, പിന്നെ സോ വേണ്ട, ഈ വാചകത്തെ കുറിച്ച് പറയുന്ന ഐ ബിലീവ് ദാറ്റ് സക്സസ് ഷുഡിൻറ്റ് മാഡൻ the pupil. Success shouldn't madden the pupil. അടുത്തത് ബിക്കോസ്, അക്കാരണത്താൽ എന്ന് പറയുന്നു. രവി ഈസ് ലൈറ്റ് ടു അറൈവ്, ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി ഔട്ട്സൈഡ്. രവി അതായത് വരാൻ എന്ത് ചെയ്തു, നേരം വൈകി, പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴ പെയ്യുന്ന കാരണത്താലാണ് രവി എന്ത് ചെയ്യുന്നത്, നേരം വൈകാനുള്ള കാരണം അല്ലേ. അപ്പം എന്താണ്, രവി ഈസ് ലേറ്റ് ടു അറൈവ് ബിക്കോസ്, കാരണം എന്താ, ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി ഔട്ട്സൈഡ്. പുറത്ത് ഭീകരമായിട്ട് അല്ലെങ്കിൽ ശക്തമായിട്ട് മഴ പെയ്യുന്നത് കാരണം രവി നേരം വൈകി. പുറത്ത് ശക്തമായി മഴ പെയ്യുന്നത് കാരണം രവി എന്ത് ചെയ്തു, നേരം വൈകി. ഐ കുഡ് ഫിനിഷ് മൈ അസൈൻമെന്റ് ഇൻ ടൈം, ഐ വാസ് ലേറ്റ് ടു റിപ്പോർട്ട്. ഓൾദോ എന്നൊക്കെ പറഞ്ഞാൽ എന്നിരുന്നാലും എന്നാണ് അർത്ഥം. അപ്പം എന്താണ് അത്, വാചകത്തിൻ്റെ ആരംഭത്തിൽ ഉപയോഗിക്കും. ഓൾദോ ഐ വാസ് ലേറ്റ് ടു റിപ്പോർട്ട്, ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ ലേറ്റ് ആയെങ്കിലും ഐ കുഡ് ഫിനിഷ് മൈ അസൈൻമെന്റ്സ് ഇൻ ടൈം, പറഞ്ഞ സമയത്ത് തന്നെ തീർക്കാൻ പറ്റും. അപ്പോൾ ഓൾദോ വാചകത്തിൻ്റെ ആരംഭത്തിൽ ഉപയോഗിക്കണം, ബിക്കോസ് വാചകത്തിൻ്റെ നടുക്ക് ഉപയോഗിച്ചു, ദാറ്റ് ഒരു കാര്യം പറഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട കാര്യം എന്താണ് അവരോട് പറയാൻ ഞാൻ വിശ്വസിക്കുന്നു, എന്താണ് പ്രധാനപ്പെട്ട ഒരു തത്വം പറയുന്നതിന് വേണ്ടി ദാറ്റ് ഉപയോഗിച്ചു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് മിഡ്നൈറ്റ്, ശിവം knocked at my door. അതായത് ഏകദേശം മിഡ് നൈറ്റ് ആയിട്ടുണ്ട്, ശിവം എൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ. അപ്പം എന്താണ്, വെന്ന് ചേർക്കാനാണ്. അപ്പം എന്താ നമ്മൾ ചേർക്കുക, വെൻ ശിവം knocked at the door, it was almost midnight. അതായത് ശിവം വാതിലിന് മുട്ടുന്ന സമയത്ത് ഏകദേശം എന്തായിട്ടുണ്ട്, അർദ്ധരാത്രി ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് അത്തരത്തിലുള്ള വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് മിഡ് നൈറ്റ് വെൻ ശിവം knocked at the door എന്ന് എളുപ്പത്തിൽ ചേർക്കാം. ഇത് രണ്ട് രീതിയിൽ എഴുതാം. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് മിഡ് നൈറ്റ് വെൻ Shivam knocked at my door. Both are correct. അടുത്തത് ആഫ്റ്റർ ചേർക്കാനാണ്. I have checked the stock position of your new book. I will confirm in writing letter. അല്ലേ, അതായത് എന്താണ്, ഞാൻ ആ സ്റ്റോക്ക് പൊസിഷൻ നോക്കട്ടെ എൻ്റെ ബുക്കിൻ്റെ, അതിനുശേഷം കൺഫേം ചെയ്യാം അല്ലേ. ഐ വിൽ കൺഫേം ഇൻ റൈറ്റിംഗ് ലെറ്റർ എഴുതിക്കൊണ്ട് ഞാനത് കൺഫേം ചെയ്യാം എന്ന് എന്ത് ചെയ്യുന്നു, പറയുന്നു. അപ്പം നിങ്ങൾ എന്താ ആദ്യം എഴുതുക, ഐ വിൽ കൺഫേം ഇൻ റൈറ്റിംഗ് ലെറ്റർ എഴുതിക്കൊണ്ട് എന്താണ്, ആഫ്റ്റർ I have checked
the stock position of your new book. അതായത് പിന്നിൽ നിന്ന് മുമ്പിലേക്ക്, അതായത് നിങ്ങളുടെ ന്യൂ ബുക്കിൻ്റെ അതായത് എന്താണ് സ്റ്റോക്ക് പൊസിഷൻ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തിക്കൊണ്ട് കത്ത് അയക്കാം. പിന്നിൽ നിന്ന് മുമ്പിലേക്കാണ് വരേണ്ടത്. എന്താണ്, ഐ വിൽ കൺഫേം ഇൻ റൈറ്റിംഗ് ലെറ്റർ ആഫ്റ്റർ ഐ ഹാവ് ചെക്ക് ദി സ്റ്റോക്ക് പൊസിഷൻ ഓഫ് യുവർ ന്യൂ ബുക്ക്. അതായത് പുതിയ ബുക്കിൻ്റെ സ്റ്റോക്ക് പൊസിഷൻ നോക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തിയിട്ട് കത്തയക്കാം. അടുത്തത്, യു കണ്ടിന്യൂ ടു മേക്ക് പേഷ്യൻ and all-hearted efforts, you will definitely overcome all your problems as long as വാചകത്തിൻ്റെ ആരംഭത്തിൽ ഉപയോഗിക്കും. അപ്പോൾ എന്താണ്, as long as you continue to make patient and all-hearted, you will definitely overcome all your problems. ബാക്കിലേക്ക് തന്നെ നോക്കുക. ബാക്ക് എന്ന അർത്ഥം അതായത് നീ നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർച്ചയായും എന്ത് ചെയ്യും, ഓവർകം ചെയ്യും, തരണം ചെയ്യും. ആസ് ലോങ് ആസ് എത്ര കാലത്തോളം നിനക്ക് പേഷ്യൻ്റ് ആയിട്ടും നല്ല ഹൃദയത്തോടു കൂടിയും അല്ലെങ്കിൽ നല്ല പരിശ്രമത്തോടു കൂടി ഇരിക്കാൻ പറ്റും, അത്രയും കാലത്തോളം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിൻ്റെ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഓരോരോ ഉദാഹരണങ്ങളെ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് കൃത്യമായി നോക്കി നന്നായി മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, നൗ ടു ദ 7th question. You must reach your destination. All your travels will be meaningless. അതായത് നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ യാത്രയൊക്കെ എന്താവും, നിഷ്ഫലമായിരിക്കും. അൺലസ് എന്ന് പറഞ്ഞാൽ അല്ലാത്ത പക്ഷം. അപ്പോൾ എന്താ, ആദ്യം അൺലസ് യു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നില്ലെങ്കിൽ all your travels will be meaningless. നിങ്ങളുടെ ട്രാവലൊക്കെ മീനിങ്ലെസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ മുമ്പിലേക്ക് അടുത്ത് നോക്കുക, നിങ്ങളുടെ യാത്രകളൊക്കെ നിഷ്ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ലെങ്കിൽ. അടുത്തത് വെൻ അല്ലേ, ഐ ബിഹോൾഡ് എ റെയിൻബോ ഇൻ ദ സ്കൈ മൈ ഹാർട്ട് ലീപ്സ് അപ്പ്. വില്യം വേർഡ്സ്വർത്തിൻ്റെ വിഖ്യാതമായ ഒരു കവിതയാണ്, കവിതയിലെ വരിയാണിത്. അപ്പോൾ എന്താണ്, മൈ ഹാർട്ട് leaps up when I behold a rainbow in the sky. ആകാശത്തൊരു മഴവില്ല് കണ്ടാൽ എൻ്റെ ഹൃദയം തുള്ളിച്ചാടാൻ തുടങ്ങും. ആകാശത്തൊരു മഴവില്ല് കണ്ടാൽ എൻ്റെ ഹൃദയം തുള്ളിച്ചാടാൻ തുടങ്ങും. അടുത്തത്, some people are always willing to listen. ഇതൊക്കെ കൺജങ്ഷൻസ് ആണ്. സം പീപ്പിൾ ആർ ഓൾവേസ് വില്ലിംഗ് ടു ലിസൺ ടു ദ ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്, ദേ ഹാവ് സ്ട്രോങ് സെൽഫ് ഐഡൻറ്റിറ്റി. അപ്പം എന്താണ്, ദ പീപ്പിൾ ഹു ഹാവ് എ സ്ട്രോങ് സെൽഫ് ഐഡൻറ്റിറ്റി ആർ ഓൾവേസ് willing to listen the opinion of others. അല്ലെ, ഓട്ടോക്രാറ്റുകളും ബാക്കിയുള്ള അതായത് ഡിക്റ്റേറ്റേഴ്സൊക്കെയാണ് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതിരിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നവർ സെൽഫ് ഐഡൻറ്റിറ്റി, നല്ല സെൽഫ് ഐഡൻറ്റിറ്റി ഉള്ളവരാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ദേ എന്നുള്ളിടത്ത് എന്താ, സം പീപ്പിളിലെ പീപ്പിൾ, ദ പീപ്പിൾ ഹു ഹാവ് സ്ട്രോങ് സെൽഫ് ഐഡൻറ്റിറ്റി. അല്ലേ, ആർക്കാണോ നല്ല സ്ട്രോങ് ഐഡൻറ്റിറ്റി ഉള്ളത് അവർ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നവരാണ്. അല്ലെങ്കിൽ ആരൊക്കെയാണോ ഇങ്ങനെ പിന്നെ നോക്കുക, ആരൊക്കെയാണോ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാവുന്നത് അവരൊക്കെ നല്ല സ്ട്രോങ് ഐഡൻറ്റിറ്റി ഉള്ള ആളുകളാണ്. എളുപ്പമാണ്, ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഓരോന്നും ഓരോ ഉദാഹരണങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. The 10th question. The institute is doing a lot of good work to help the needy.
ആവശ്യക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ബിക്കം വെരി ഫേമസ്. അത് വളരെ ഫേമസ് ആയി. വിച്ച്, അപ്പോൾ ഏതൊന്നിനെ കുറിച്ചാണ് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചല്ലേ പറയുന്നത്. വിച്ച് ഈസ് ഡൂയിങ് എ ലോട്ട് ഓഫ് ഗുഡ് വർക്ക് to help the needy, പിന്നെ ഇറ്റ് വേണ്ട, has become very famous അല്ലേ? ഈറ്റിൻ്റെ ആവശ്യമില്ല. അതായത് ദ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് വിച്ച് എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ഈസ് ഡൂയിങ് എ ലോട്ട് ഓഫ് ഗുഡ് വർക്ക് ടു ഹെൽപ്പ് ദ നീഡി ഹാസ് ബിക്കം വെരി ഫേമസ്. അടുത്തത്, ഹീ ഈസ് വെരി കെയർഫുൾ, ഹീ കനോട്ട് മേക്ക് എ മിസ്റ്റേക്ക്. ടു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ യൂസേജ് ഓഫ് ടു അല്ലേ? അതായത് എന്താണ്? ഒരു വ്യക്തി, അതായത് ഇവിടെ എന്താണ്? നൗണ്. അതിൻ്റെ എന്താണ് പറയുന്നത്? നൗണിൻ്റെ ഫ്രേസാണ്, അല്ലെങ്കിൽ എന്താണ്? ഈസ് വെരി കെയർഫുൾ, അവൻ വളരെ കെയർഫുൾ ആയ ആൾ അല്ലേ? അപ്പോൾ വെരി എന്നുള്ളിടത്താണ് എന്ത് ചേർക്കേണ്ടത്? ടു. നൗൺ ഫ്രേസുകളും ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞ ക്ലാസ് ശ്രദ്ധിക്കുക. ഇന്ന് ഇത് വളരെ എളുപ്പമാണ്. ഹി ഈസ് ടു കെയർഫുൾ ടു അപ്പോൾ ഇവിടെ കനോട്ട് എന്ന് വന്നു, കണ്ടോ? നോട്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ ടു മേക്ക് എ മിസ്റ്റേക്ക് അല്ല, അതായത് മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ മാത്രം കെയർഫുൾ എന്നല്ല, അവിടെ നോട്ട് വേണം. അപ്പോൾ ഈ ടൂവിന് മുമ്പിൽ എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം. ഹി ഈസ് ടു കെയർഫുൾ നോട്ട് ടു മേക്ക് എ മിസ്റ്റേക്ക്. ഒരു മിസ്റ്റേക്കും ഉണ്ടാവാത്ത വിധത്തിൽ അത്രയും കെയർഫുള്ളാണ് അവൻ. നോട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടൂവിന് മുമ്പ് എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം. അടുത്തത്, വിനി ലീവ്സ് ഇൻ ദ സ്കൂൾ ഹോസ്റ്റൽ. ഹിസ് പാരൻസ് ഹാവ് ഗോൺ ടു ദുബായ് ഓൺ ദർ ഫോറിൻ അസൈൻമെന്റ്. സിൻസ്, അതായത് ഒരു കാലയളവിനെ കാണിക്കുന്നതാണ് എന്ത്? സിൻസ് അല്ലേ? എന്താണ്? വിനി എപ്പോൾ മുതലാണ് സ്കൂൾ ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിയത്? അപ്പൊ എന്താണ്? വിനി ലീവ്സ് ഇൻ ദ സ്കൂൾ ഹോസ്റ്റൽ സിൻസ് ഹിസ് പാരൻസ് ഹാവ് ഗോൺ ടു ദുബായ് on their foreign assignment. ഫോറിൻ അസൈൻമെൻറ്റിന് എപ്പോഴാണോ അവൻ്റെ അച്ഛന്മാർ, അതായത് മാതാപിതാക്കൾ ഫോറിൻ അസൈൻമെൻറ്റിന് എപ്പോഴാണോ വിനീൻ്റെ പാരൻസ് പോയത്, അതിന് ശേഷം വിനി സ്കൂൾ ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങി. ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു? വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഡിനോട്ട് ചെയ്ത് ബാക്കി വാചകം എഴുതി. ഇവിടെ അതായത് ഹി ഈസ് വെരി കെയർഫുൾ, അവനെക്കുറിച്ച് എന്താ പറയുന്നത്? ആ നൗൺ ഫ്രേസിന് മുമ്പ്, അതായത് എന്താണ് വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തിയുടെ ഗുണം, അതിന് മുമ്പേ ടു ചേർത്തു. പിന്നീട് ആ ഗുണം അഥവാ ആ അഡ്ജക്റ്റീവ് നാമവിശേഷണം എഴുതി, പിന്നെ ടു ചേർത്തു. പക്ഷെ ഇവിടെ നോട്ട് ഉണ്ട്, അപ്പോൾ ആ ടൂവിന് മുമ്പായി നോട്ട് ചേർത്തു, ബാക്കി വാചകം എഴുതി. സിൻസ് എന്ന് പറഞ്ഞ ആ കാലയളവിലാണ്. അപ്പോൾ വിനി സ്കൂൾ ഹോസ്റ്റലിൽ താമസിക്കുന്നു. ഏതിനു ശേഷമാണ്? അവൻ്റെ പാരൻസ് ഫോറിൻ അസൈൻമെൻറ്റിന് പോയതിന് ശേഷം. അപ്പോൾ അവൻ്റെ പാരൻസ് ഫോറിൻ അസൈൻമെൻറ്റിന് പോയതിന് ശേഷം വിനി ഹോസ്റ്റലിലാണെന്നാണ് വരുന്നത്. അപ്പോൾ വിനി ലിവ്സ് ഇൻ ദ സ്കൂൾ ഹോസ്റ്റൽ സിൻസ് ഹിസ് പാരൻസ് ഹാവ് ഗോൺ ടു ദുബായ് ഓൺ ദർ ഫോറിൻ അസൈൻമെൻറ്റ്സ്. അവസാനം ദെർഫോർ, ആയതിനാൽ അല്ലേ? നമ്മൾ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉത്തരം കിട്ടുമ്പോൾ എഴുതാറുണ്ട് ദെർഫോർ, ആയതിനാൽ. ഹി റീച്ച് ലേറ്റ്, ദ ടീച്ചർ മാർക്ക് ഹിം ആബ്സെൻറ്റ്. അപ്പോൾ എന്താണ് ആദ്യം ഉണ്ടായത്? അവൻ നേരം വൈകി എത്തി. ഹി റീച്ച്ഡ് ലേറ്റ്, therefore അവൻ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ടീച്ചർ എന്ത് ചെയ്തു? ദ ടീച്ചർ മാർക്ക്ഡ് ഹിം ആബ്സെന്റ്. അപ്പോൾ നമുക്ക് പിന്നെ മുമ്പിലേക്ക് അർത്ഥം പറഞ്ഞു നോക്കൂ. ടീച്ചർ അവൻ ആബ്സെന്റ് മാർക്ക് ചെയ്തു, എന്തെന്നാൽ അവൻ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ടീച്ചർ അവൻ ആബ്സെന്റ് മാർക്ക് ചെയ്തു, എന്തെന്നാൽ അവൻ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. താങ്ക് യു, നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, നൗ 14th question.
ഇറ്റ് റെയിൻ ഹെവിലി, ഓൾ ദ ഡ്രെയിൻസ് were filled with water. മഴ പെയ്യുന്നുണ്ട്, മഴയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഹെവിലി. അപ്പൊ എങ്ങനെ എഴുതാ? ഇറ്റ് റെയിൻഡ്, സോ ദാറ്റ് ചേർക്കാനാണ് അല്ലേ? സോ ഹെവിലി that all the drains were filled with water. അല്ലേ? എങ്ങനെയാണ്? റെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? ഹെവി ആയിട്ട് റെയിൻ. അപ്പോൾ റെയിനെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഹെവി എന്നുള്ളതുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റെയിൻ സോ ഹെവിലി, അതിന് ശേഷം എന്ത് ചേർത്തു? ദാറ്റ് ചേർത്തു. ബാക്കി വാചകം നമ്മൾ എന്ത് ചെയ്തു? എഴുതി. അല്ലേ? എല്ലാ ഡ്രെയിൻസും ശക്തമായി മഴ പെയ്തത് കാരണം എന്ത് ചെയ്തു? നിറഞ്ഞ് കവിഞ്ഞു എന്നർത്ഥം. അടുത്തത് ഡു നോട്ട് ലീവ് ഹോം, ഇറ്റ് ഡസിൻ സ്റ്റോപ്പ് റെയിനിങ്. അപ്പം എന്താണ്? അൺടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ, അതുവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു കാര്യം എന്ത് ചെയ്യരുത്? ചെയ്യരുത്. അല്ലേ? അപ്പം എന്താണ്? മഴ നിൽക്കുന്നവരെ. ഇനി വാണിംഗ് കിട്ടാൻ പോവാ നിങ്ങൾക്ക്. ഡു നോട്ട് ലീവ് ഹോം, വീട് വിട്ട് പോകരുത്. അൺടിൽ, അല്ലേ? എന്താണ്? എന്താണ്? സ്റ്റോപ്പ് റെയിനിങ്. അല്ലേ? എന്താണ്? ഡു നോട്ട് ലീവ് ഹോം അണ്ടിൽ സ്റ്റോപ്പ് റെയിനിങ്. മഴ പെയ്യുന്നത്, അതായത് മഴ നിൽക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വീട് വിട്ട് പോകരുത്. അടുത്തത് വി വെയിറ്റഡ് ഫോർ അവർ ഫ്രണ്ട്സ്, ദേ റിട്ടേൺ ആഫ്റ്റർ സം ടൈംസ്. ടിൽ, അതായത് അതുവരെ എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ എന്താ എഴുതുക? വി വെയിറ്റഡ് ഫോർ അവർ ഫ്രണ്ട്സ് till they returned. അതായത് അവർ തിരിച്ചു വരുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കാത്തിരിക്കും. പിന്നെ ടില്ലി ഇറക്കുമ്പോൾ ആഫ്റ്റർ സം ടൈം വേണോ? വേണ്ട. അടുത്തത് it began to rain suddenly, all the guests ran indoors. It began to rain suddenly, all the guests ran indoors. As soon as, നമ്മൾ പറഞ്ഞു as soon as വാചകത്തിന്റെ ആരംഭത്തിൽ ഉപയോഗിക്കും. As soon as it began to rain, all the guests, പിന്നെ suddenly വേണ്ട, as soon as ചേർത്ത് കഴിഞ്ഞു. all the guests ran indoors. എല്ലാ ഗസ്റ്റും, അതായത് ഇൻഡോസിലേക്ക് ഓടി കയറി. മഴ പെയ്ത ഉടനെ എല്ലാ ഗസ്റ്റും ഇൻഡോറിലേക്ക് എന്ത് ചെയ്തു? ഓടി കയറി. അടുത്തത് all the guests had taken their seats in the hall. The chief guest arrived then. അല്ലേ? ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ മുകളിൽ മായ്ച്ചുകൊണ്ട് ഇവിടെ ചെയ്യുന്നു. എന്താണ് നമ്മളോട് പറഞ്ഞത്? ബിഫോർ, മുമ്പ്. ഇവിടെ ആദ്യം നടന്ന കാര്യം എന്താ? ഓൾ ദ ഗസ്റ്റ് ഹാഡ് ടേക്കൺ ദർ സീറ്റ്സ്. ഹാഡ് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അല്ലേ? മറ്റേതോ ചീഫ് ഗസ്റ്റ് അറൈവ്ഡ്, സിമ്പിൾ പാസ്റ്റ്. ഇതിൽ ആദ്യം നടന്ന കാര്യം ഏതാണ്? ഹാഡ് ടേക്കൺ ദ സീറ്റ്സ്. അപ്പൊ അതിനുശേഷമാണ് എന്ത്? ചീഫ് ഗസ്റ്റ് വന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുക? ആദ്യം അതന്നെ എഴുതാം. ഓൾ ദ ഗസ്റ്റ്സ് ഹാഡ് ടേക്കൺ their seats in the hall before the chief guest arrived. പിന്നെ then വേണ്ട. എന്താണ്? ചീഫ് ഗസ്റ്റ് വരുന്നതിലും മുമ്പ് എല്ലാ ഗസ്റ്റുകളും സീറ്റിലിരുന്നിട്ടുണ്ടായിരുന്നു. അല്ലേ? ഹാഡ് ഞാൻ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അല്ലേ? ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഓൾ ദ ഗസ്റ്റ് ഹാഡ് ടേക്കൺ ദ സീറ്റ്സ് ഇൻ ഹാൾ ബിഫോർ ദ ചീഫ് ഗസ്റ്റ് അറൈവ്ഡ്. അപ്പോൾ നമ്മൾ യൂസേജുകളെ പറ്റി പറഞ്ഞു. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഹാവ് എ നൈസ് ഡേ. ഇത് വളരെ നന്നായി നോക്കണം. ഏകദേശം 18 ക്വസ്റ്റ്യൻസിൽ സാധാരണ പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ വിധത്തിലുള്ള യൂസേജും പറഞ്ഞിട്ടുണ്ട്. നന്നായി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ഇത് വളരെ നന്നായി പ്രാക്ടീസ് ചെയ്താൽ ഇറ്റ് വിൽ ബി സോ ഈസി. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. താങ്ക് യു.